നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗിരി, എന്താ അവിടെ പോയി നിൽക്കുന്നേ? ഏയ് ഒന്നുമില്ല, വെറുതെ ഒരല്പനേരം ഒറ്റയ്ക്ക് നിൽക്കണമെന്ന് തോന്നി. ഞാൻ വന്നുകൊണ്ടാണോ ഗിരി പോകുന്നേ? ഗിരിയെ ശല്യപ്പെടുത്താനായിട്ട് ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. അത് പറഞ്ഞിട്ട് ഞാനങ്ങ് പൊക്കോളാം. താങ്ക് യു ഗിരി. ഈ മനസ്സിലിപ്പോ എന്താണെന്നുള്ളത് എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. ഐ എം സോറി ഗിരി. എന്തിന്? മനഃപൂർവ്വം അല്ലെങ്കിലും ഗിരിയുടെ ജീവിതത്തിലെ ഈ വലിയ പ്രതിസന്ധിക്ക് കാരണം ഞാനാണെന്ന് എനിക്കറിയാം. ഏയ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിൽ ഒരു കാര്യമില്ല സുമി. കാര്യമുണ്ട്. ഞാനെന്നൊരാൾ ഗിരിയുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ എടുത്ത തീരുമാനങ്ങളെല്ലാം ഉറച്ചു നിൽക്കാനായിട്ട് ഗിരിക്ക് കഴിഞ്ഞേനെ. എനിക്ക് വേണ്ടി ഗിരി ചെയ്ത വലിയ ത്യാഗങ്ങളൊക്കെ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഞാൻ കാരണം ഗിരി അനുഭവിക്കേണ്ടി വന്ന അപമാനങ്ങൾ എത്രമാത്രമാണെന്നും എനിക്കറിയാം. ശ്രീകുട്ടൻ ഒരിക്കലും ഗിരിയുടെ അടുത്ത് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും എന്റെ അമ്മ വരെ ഗിരിയുടെ അടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ടാ ഞാനിപ്പോ മാപ്പ് പറഞ്ഞത്. അതൊന്നും വേണ്ട സുമി, ഞാനതൊക്കെ എപ്പോഴേ മനസ്സിൽ നിന്ന് കളഞ്ഞു. ഗിരിക്ക് അതൊക്കെ മറക്കാനായാലും എന്റെ മനസ്സിൽ നിന്ന് അതൊന്നും ഒരിക്കലും പോവില്ല. ഞാൻ അപമാനിക്കപ്പെട്ടാലും ഞാൻ സഹിക്കും. പക്ഷെ ഗിരി അപമാനിതനാവുന്നത് എനിക്ക് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. അത് ഞാൻ കാരണം, എന്റെ വീട്ടുകാർ കാരണം. ഓരോ തവണയും ഒരു വാക്കുകൊണ്ട് പോലും പ്രതികരിക്കാനാവാതെ എനിക്കത് കേട്ടും സഹിച്ചു നിൽക്കേണ്ടി വന്ന കാര്യം ഓർക്കുമ്പോ ഏയ് അപ്പോഴത്തെ സാഹചര്യങ്ങൾ എനിക്ക് മനസ്സിലാവും സുമി. അതൊന്നും സാരല്ലോ. എനിക്ക് സുമിയോട് ഒരു പരാതി ഇല്ലാട്ടോ. എനിക്ക് ആരോടെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതെന്നോട് തന്നെയാണ്. മരിച്ചുപോയ എൻ്റെ അച്ഛനോടോ ജീവിച്ചിരിക്കുന്ന എൻ്റെ അമ്മയോടോ ഒരു കാലത്തും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് ഞാനിന്ന് മാറ്റി പറഞ്ഞ ഈ തീരുമാനം. അതിന്റെ പേരിൽ സ്വയം എന്നോട് തന്നെയാ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഗിരി മാറ്റി പറഞ്ഞ തീരുമാനമേ എത്ര പേരുടെ മനസ്സിലെ തീയാ കെടുത്തിയെന്നറിയൂ. എന്റെ അച്ഛനമ്മമാരുടെ കണ്ണില് ഗിരി ചെയ്ത ഏറ്റവും വലിയ പുണ്യം അത്. ഇല്ല, ഒരു സാഹചര്യങ്ങളും ഞാൻ ചെയ്തതിനെ ന്യായീകരിക്കില്ല സുമി. നിതീഷിന്റെയും നന്ദിതയുടെയും കല്യാണം ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു ബന്ധം തന്നെ ആയിരുന്നു സുമി. അതിലെനിക്കൊരു സംശയമില്ല. ഒരിറ്റു പോലും സമൂഹത്തോടെ അല്ല ഞാനതിന് അനുവാദം മൂളിയത്. എൻ്റെ അച്ഛനെ കൊലയ്ക്ക് കൊടുത്തവരോട് തോറ്റു മടങ്ങുകയാണ് ഞാനിപ്പോൾ ചെയ്തത്. എൻ്റെ അമ്മയോട് ബാക്കിയുള്ള ജന്മങ്ങൾ കൊണ്ടെങ്കിലും ചെയ്തു തീർക്കേണ്ട പ്രായശ്ചിത്തത്തിൽ നിന്ന് പിന്മാറുകയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കല്യാണം നടക്കുന്നതോടെ എൻ്റെ അച്ഛൻ്റെ ആത്മാവിനും എൻ്റെ അമ്മയ്ക്ക് മുന്നിൽ ഞാൻ വലിയൊരു അപരാധിയാവുകയാണ്. നിനക്ക് വേണ്ടി, നിന്റെ വീട്ടുകാർക്ക് വേണ്ടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.